ഞാനൊരു ഫിഷ് ബിരിയാണി ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ചെറിയ നെയ്മീനാണ് എടുത്തേക്കുന്നത്. ദശ കട്ടിയുള്ള ഏത് മീനും എടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് അരപ്പ് പുരട്ടാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, നാരങ്ങയുടെ നീര്. കുറച്ച് മീനേ ഉള്ളത്. അതൊന്ന് അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളമോടെ വേണം, ഇച്ചിരി വെള്ളമോടെ എടുക്കട്ടെ. അരപ്പ് പുരട്ടി വയ്ക്കാം. അരപ്പ് പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഇത് അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഫിഷ് ബിരിയാണി നമ്മൾ ചെയ്യുമ്പോൾ ഫിഷിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 പീസ് നമ്മൾ മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ തലയുടെ ഭാഗമോ വാലിൻ്റെ ഭാഗമോ മാറ്റി വെച്ചതിന് ശേഷം അത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ മസാലയെല്ലാം ചേർക്കുമ്പം ഇത് അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നല്ലപോലെ മസാലയ്ക്ക് കൂട്ടിനകത്ത് കിടന്ന് ഇത് വെന്തുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ അതിനകത്ത് ഇറങ്ങും. അതിനകത്ത് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഇവിടെ പക്ഷേ അങ്ങനെ ആർക്കും ആ ഫ്ലേവർ വേണ്ടാത്തതുകൊണ്ട് ഞാനെല്ലാം ഫ്രൈ ചെയ്യുകയാണ്. ഇത് ഞാൻ 1.5 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തേക്കുന്നത്. ഇത് 5 മിനിറ്റ് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഊറ്റി വെച്ചേക്കുകയാണ്. നമ്മൾ കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ടാണ് അത്രയും അരി എടുത്തേക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മീനിട്ട് കൊടുക്കാം. വലുതായിട്ടങ്ങ് മൂക്കണ്ട, കുറച്ച് മൂട്ടാൽ മതി. മീൻ മൂക്കുമ്പോഴത്തേന് നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിട്ട് കൊടുത്തൊന്ന്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മീനൊരു സൈഡ് മൂത്തിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. ഇത്ര ഇത് മൂത്താൽ മതി. ഇനി ഇതിൽ കൂടുതലിട്ട് മൂപ്പിക്കരുത്. റൈസ് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ നെയ്ക്കകത്തുനിന്ന് വറുത്തെടുക്കുക. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. ചിക്കൻ ബിരിയാണിയും കൊഞ്ച് ബിരിയാണിയും മുട്ട ബിരിയാണിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ. 1.5 ഗ്ലാസ് അരിയുടെ മസാലയ്ക്കുള്ള ഞാൻ 5 സവാളയാണ് എടുത്തേക്കുന്നത്. ചെറിയ സവാളയാണ്. ഇതിൻ്റെ കൂടെ ഒരു 10 ചെറിയ ഉള്ളിയോട് ഇട്ടിട്ടുണ്ട്. അരി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പരലുപ്പാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നാരങ്ങ നീരും കുറച്ച് മതി. നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കും. അടച്ചു വയ്ക്കാൻ മതി. മീൻ മുരിഞ്ഞിട്ടുണ്ട്, അത് കോരി മാറ്റി. ഇനി ആ പാനിൽ തന്നെ നമുക്ക് സവാള ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുക. അതിനായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുക. ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുക. ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളിയും കറിവേപ്പിലയും. ചെറിയ ഉള്ളിയുണ്ട്, സവാള ഉള്ളിയുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി.
നമ്മൾ മീനകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റൈസിലും ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലോണം വഴറ്റിട്ട് ഉള്ളിയെല്ലാം പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മസാല ചേർക്കാം. അതായത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതിനകത്ത് ചേർക്കുന്നില്ല. കാരണം മുളക് പൊടി ചേർത്താണ് നമ്മൾ മീനൊക്കെ അരപ്പ് പുരട്ടിയത്. അതിൽ ശകലം മസാലപ്പൊടിയുടെ ചേർക്കുന്നുള്ളൂ. ചിക്കൻ്റെ കണക്കൊന്നും മീനിനകത്ത് മുളക് പൊടിയൊന്നും അതിന് വേണ്ടി ചേർക്കുന്നില്ല. ഇനി പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നമ്മൾ വീട്ടിൽ പിടിച്ച പുതിനയിലയാണ്ട് നല്ല മണമാണ്. നമുക്ക് ഒരു പാടുമില്ല വീട്ടിൽ കിളിപ്പിക്കാൻ. എന്ന് വെച്ചാൽ പുതിന വാങ്ങിക്കുമ്പം അതിൻ്റെ 1-2 തണ്ടെടുത്ത് ഒരു ചെറിയൊരു ഗ്ലാസ്സിനകത്ത് ഒരു വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് ആ തണ്ട് മുക്കി വയ്ക്കണം. ഫുള്ളല്ല, അതിൻ്റെ അറ്റഭാഗം മുക്കി വെച്ചതിന് ശേഷം ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ അതിനകത്തോട്ട് വേര് വരുന്ന കാണാം. വേര് വന്ന് പിന്നെ അത് ചെറുതായിട്ട് ഇലകൾ കിളിച്ച് വരും. അത് നല്ലപോലെ ഇലയാവുമ്പോൾ അതെടുത്തൊരു ചട്ടിയിൽ മണ്ണ് നിറച്ച് അതിനകത്ത് കുഴിച്ച് വെച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇതിന് വെയിലും വേണ്ട, വെള്ളവും അതിന് വേണ്ടി വേണ്ട. വീടിൻ്റെ ഷെയ്ഡിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കണം. വെയിലത്തൊക്കെ വെച്ച് കൊടുത്താൽ അതിൻ്റെ ഇലയുടെ കളറേ അങ്ങ് മാറിപ്പോവും. അങ്ങനെ ഷെയ്ഡ് വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം രാവിലെ വൈകിട്ടും വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം. പിന്നെ മഴ പെയ്തു പോയാൽ ഇത് പെട്ടെന്ന് അങ്ങ് പെട്ടുപോകും. അങ്ങനെ കിളിപ്പിച്ചെടുത്തതായി പുതിന. ഇനി ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലിട്ടത് അടിച്ചെടുത്തതാണത്. ഇത് 2 ടൊമാറ്റോയാണ് ചേർത്തേക്കുന്നത്. അത്ര വലുതാണെങ്കിൽ 1 ചേർത്താൽ മതി. ചെറിയതായിരുന്നുകൊണ്ട് 2 ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ബിരിയാണിക്ക് ആകുമ്പോൾ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഈ മസാലയ്ക്കകത്ത് ചേർക്കാം. എന്ന് വെച്ചാൽ മീനിനാകുമ്പോൾ വലിയ എരിവ് വേണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ മുളക് പൊടി ചേർക്കാത്തത്. അരപ്പ് പുരട്ടിയല്ലേ മീൻ വറുത്തെടുത്തത്. മസാലയ്ക്ക് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കും. ആ സമയം കൊണ്ട് റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. കുറച്ച് പോലും ഒട്ടിപ്പിടിക്കത്തില്ല. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നു. ഇനി എത്രത്തോളം കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ദം ചെയ്യുന്ന ഈ പാത്രത്തിൽ തന്നെയാണ്. വരുമ്പോൾ അതിനകത്ത് കുറച്ച് ചോറൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അടിയിലോട്ട് മസാല ഇട്ടാൽ മതിയല്ലോ. കുറച്ച് മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ചോറ് അതിൻ്റെ പുറത്തോട്ട് വരും. ഒരു പീസ് മീൻ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മസാലയുടെ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി ചോറ് ഇട്ട് കൊടുക്കുക. റൈസും മസാല എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ഓരോ മീൻ പീസ് എടുത്ത് അങ്ങോട്ട് വയ്ക്കാം. ഗാർണിഷിനായിട്ട് നെയ്യിൽ വറുത്ത കിസ്മിസും കാഷ്യൂനട്ടും ചേർക്കുക. കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഇതെടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ച് ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ഇനി അത് ചെയ്യാം, നോക്കാം നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതൊരു പഴയ പാനാണ്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോൾ നമുക്കെടുത്ത് ഇറക്കി അങ്ങ് വയ്ക്കാം. ചൂടായിട്ടുണ്ട്, അത് ഇറക്കി വെച്ച് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. സലാഡിനുള്ള ചെറിയ ഉള്ളിയും
സവാള ഉള്ളിയാണ്, ചെറിയ ഉള്ളിയല്ല, സവാള ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിന് തൈര് ചേർക്കുക. തൈര് ചേർക്കുക. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തേക്കുന്നത്. പുളി ഒട്ടും കാണത്തില്ല ഇതിന്. അതിലോട്ട് ലേശം ഉപ്പിട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പപ്പടം കൂടെ വറുത്തെടുക്കാം.